ഇതിനെക്കുറിച്ച് വരുന്ന മഹിരക, തിരുവാതിര, പുറന്ത മുക്കാൽ ഇവർക്ക് 2-ലാണ് സ്ഥിതി. 2-ൽ വരുന്നത് ധനാഗമം. ചിലവർ പറയും ധനകാരകൻ ധനസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. അതിപ്പോ ചന്ദ്രൻ 2.5 ദിവസം സഞ്ചരിക്കുകയല്ലേ ഒരു രാശിയിലും. അപ്പൊ ചന്ദ്രൻ കൂടെ വരുമല്ലോ, സൂര്യനും വരും. എന്തായാലും നമുക്ക് അതിന്റെ ഒരു പ്രത്യേകത, ചന്ദ്രന്റെ സഞ്ചാരം വെച്ചിട്ട് നമുക്ക് യോഗമാണ്, ദോഷമല്ല. പെട്ടെന്നുള്ള ധനാഗമം. കുടുംബ വാക്ക് ധനസ്ഥാനത്ത് വരുന്ന ഉച്ചഗുരു. ചിലർക്ക് സ്വർണം പണയം പോയിട്ടുണ്ടാവാം, അത് തിരിച്ചെടുക്കാനുള്ള അവസരമാണ് ഈ 50 ദിവസം. അതായത് ഈ വരുന്ന 2025 ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ. അപ്പൊ നമുക്ക് നല്ല അവസരമാണ്. അതിസാര ഗുരു എന്ന് പറയും. കുടുംബത്തിലൊരു വിവാഹാദി കാര്യങ്ങൾ മുൻനിർത്തി ചെയ്യാനുള്ള ഒരു യോഗം. അത് കുട്ടികളിലാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠന മികവിനുള്ള പുരസ്കാരം കിട്ടാനുള്ള അവസരം. എന്തുകൊണ്ടും ഈ 2-ൽ വരുന്ന ഗുരു വളരെ ഗുണപ്രദമാണ്. പിന്നെ വീണ്ടും വക്രഗതിയാവും ഡിസംബർ 5-ന് ശേഷം മീനത്തിലോട്ടൊരു സഞ്ചാരം. അപ്പൊ ഈ 2-ൽ വരുന്ന ഗുരു വളരെ ഗുണകരമാണ്. കുടുംബക്ഷേത്ര വഴിപാട് നടത്തുക നമുക്ക് വളരെ നല്ലതാണ്. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ 86 പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.